പടം നൈസാണ്. നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല ഈ പടം. അപ്പോൾ 2007 ഇറങ്ങിയൊരു പടമാണ്. ആ സമയത്തൊക്കെ ഞാൻ പഠിക്കണമായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് 32 വയസ്സായി. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ ബേസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചിക്കാരനാണ്. അപ്പോൾ ഒരു കൊച്ചി ബേസ് പടവും കൂടി ആയിട്ട് പുള്ളിക്ക് രാജമാണിക്യത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ പടമാണ് ചോട്ടാ മുംബൈയാണ്. ബിക്കോസ് പറഞ്ഞ പോലെ തന്നെ കൊച്ചിക്കാരനായതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും മരിച്ചു. ഇപ്പോൾ പല ആൾക്കാരും ജീവിച്ചിരിപ്പില്ല ആ സിനിമയിലുള്ള. അപ്പോൾ നമുക്ക് അവരെ ഒന്നും കൂടി സ്ക്രീനിൽ കാണാൻ പറ്റിയ വളരെ സന്തോഷം. നൈസ്. ലാലേട്ടൻ നൈസല്ലേ, ഒന്നും പറയാനല്ലേ. ഈ സിനിമയുടെ ഷൂട്ടിങ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ബൈക്കിൽ നമ്മുടെ സിദ്ദിഖിനെ മണിക്കൂട്ടിനും കൂട്ടിയുള്ള ഫൈറ്റ് ഉണ്ട് സ്റ്റേഡിയത്തിൽ. ആ സീനിൽ ലാലേട്ടൻ ബുള്ളറ്റായിട്ട് വന്ന സീനിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഷൂട്ടിങ്. അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട് ഈ സിനിമയെ പറ്റി പറയുന്നത്. ക്വാളിറ്റി നൈസാണ്. ആ 4K അറ്റ്മോസ് ഞാൻ പറഞ്ഞ പോലെ ഇത് 4K അറ്റ്മോസ് തിയേറ്ററും കൂടെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആ ഒരു സൗണ്ടും ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കി കാണാൻ പറ്റും. ഇത്ര നല്ല തിയേറ്റർ കൊച്ചിയിൽ വേറെ ഇല്ല. വളരെ മികച്ചൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ചെറുപ്പം മുതലേ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമാണ് ചോട്ടാ മുംബൈ. അതൊരു വൈബുള്ള ഒരു ഓഡിയൻസിനൊപ്പം കാണാമെന്ന് പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണത്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഇവിടെ ലഭിച്ച് ഫാൻ ഷോയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു കവിതയിൽ, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടെ വന്നു. എന്നാലും നല്ലൊരു വൈബുള്ള ഓഡിയൻസിനൊപ്പം നന്നായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ കണ്ട സീൻസും പാട്ടുകളും അതിനൊപ്പം ആടിത്തിമിർത്ത് കാണാൻ സാധിച്ചു. ഈ മോഹൻലാലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതുപോലെ പടങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്. അപ്പോൾ റിലീസ് വരുമ്പോഴും ആ ഒരു വൈബിനൊപ്പം കാണാൻ പറ്റിയൊരു രസം തന്നെയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. ഇത് അധികം ഒരു പഴയ പടമല്ല, 2007 റിലീസായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നിറങ്ങുമ്പോഴും ആ പ്രിൻറ്റിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ റീമാസ്റ്റർ ചെയ്യുമ്പോൾ ആയാലും നമുക്ക് എടുത്തു പറയാൻ പാകത്തിന് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഈ 4K കൺവേർട്ട് ചെയ്യുമ്പോൾ അധികം പോരായ്മകളോ അല്ലെങ്കിൽ ബ്ലർനെസ്സോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അഡീഷണലി അവർ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പഴയ മ്യൂസിക് തന്നെയാണ് എല്ലാം ഉള്ളത്. പിന്നെ ടൈറ്റിൽ കാർഡ് എഴുതുമ്പോൾ ഉള്ള മോഹൻലാലിൻ്റെ ആ ഒരു ടൈറ്റിൽ ഇതും എല്ലാം നല്ല രസമുണ്ടായിരുന്നു മൊത്തം. നമുക്ക് ആ പഴയൊരു ആംബിയൻസിൽ പഴയൊരു ഫീലിൽ ടി വിയിൽ 100 തവണ കണ്ട സിനിമയാണെങ്കിൽ പോലും തിയേറ്ററിൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിച്ചു. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കവിതയിലായിരുന്നു കൂടുതൽ ആഗ്രഹം, കാരണം അവിടെ ഫുൾ ഫാൻസ് ആയിരിക്കും. പക്ഷെ അവിടെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ വനിതയിൽ വന്നത്. പക്ഷേ ഇവിടെ ആയാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് നല്ല ഒരു പാട്ടുകൾ വരുമ്പോൾ അതിലൊപ്പം നല്ല ആർപ്പുളിയും നല്ലൊരു ഏറ്റുപാടലും എല്ലാമായിട്ട് നല്ല രസമായിരുന്നു. മൊത്തത്തിൽ ആസ്വദിച്ച്. ഞാൻ ഈ പടം ആക്ച്വലി തിയേറ്ററിൽ കണ്ടല്ല. അന്ന് ചെറുപ്പത്തിൽ ടി വിയിലെ കൂടുതൽ കണ്ടതാണ്. സോ അതിനുശേഷം തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അഴിഞ്ഞാടി കുറച്ച് സിനിമകൾ, ഈ പറഞ്ഞ പോലെ ചോട്ടാ മുംബൈ, ഹലോ. അതിനകത്ത് ചോട്ടാ മുംബൈ എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ ആഘോഷമായിരുന്നു. പാട്ട്, ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരു പ്രത്യേക വൈബായിരുന്നു. ഒരു മാസ് ഇൻട്രൊഡക്ഷൻ കണ്ട ഒരു ഡാൻസ് വെച്ചൊരു ഇൻട്രൊഡക്ഷൻ, അതൊക്കെ തിയേറ്ററിൽ നല്ല 4K അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. ആൻഡ് നമ്മൾ ഐക്കോണിക് സീൻസ് എന്ന് പറയുക, ഐക്കോണിക് കോമഡീസ്, ലാലേട്ടൻ മാത്രമല്ല ഈ ജഗതി ചേട്ടൻ, പാമ്പ്, മുള്ളൻ ചന്ദ്രപ്പൻ, അവരുടെയൊക്കെ ഐക്കോണിക് കോമഡീസ്, ഐക്കോണിക് ഡയലോഗ്സ് ഒക്കെ തിയേറ്ററിൽ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. ആൻഡ് പിന്നെ മണിച്ചേട്ടൻ്റെ മറ്റേ നടേശൻ എന്ന് പറഞ്ഞ വില്ലൻ, എനിക്ക് തോന്നുന്നു അന്ന് അത്ര പ്രൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. കാരണം ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ടല്ലോ, എൻ്റെ മകനെ ഞാൻ കൊല്ലുന്നതാണ്, ആലൊക്കെ ഭയങ്കര സെറ്റിലായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു. അത് ലൈക്ക് ആ ഒരു ഇത് ശരിക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. സോ അടിപൊളിയായിരുന്നു. എന്തായാലും തുടരും കഴിഞ്ഞ് എമ്പുരാൻ കഴിഞ്ഞ് ലാലേട്ടൻ ഫാൻസിന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ആഘോഷിക്കാൻ പറ്റിയ പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലൊരു പാക്ഡ് ഓഡിയൻസ് ഇപ്പോൾ തന്നെ കാണാം. പിന്നെ കാണുമ്പോൾ 4K അറ്റ്മോസ് തന്നെ കാണാൻ നോക്കുക. അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റീസും ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റിയും അത് നന്നായി എടുത്തിട്ടുണ്ട്. സോ എന്താ പറയുക, ചോട്ടാ മുംബൈ റിലീസ് ചെയ്യുന്ന താങ്ക് യു. പടമെന്ന് പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ്, അതായത് ചോട്ടാ മുംബൈ പടം, അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അമ്മാതിരി ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ 4K ഇതിൽ വന്നപ്പോൾ 4K അവിടെ ഇവിടെയൊക്കെ ബ്ലറായി. പക്ഷെ അതൊന്നും നമ്മളെ ആ സിനിമ കാണുമ്പോൾ അതൊന്നും ബാധിക്കില്ല. പിന്നെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സൗണ്ടാണ്. ഇതിൽ ലാസ്റ്റ് പാസ്കോഡി ഗാമ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെയൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എടുത്തു പറയണ്ട. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ച് വെച്ചേക്കണ എല്ലാവരും, അതായത് മോഹൻലാൽ മാത്രമല്ല, അഭിനയിച്ച എല്ലാവരും കയറി സ്കോർ ചെയ്തേക്കണ പടമാണ്. അതായത് സിദ്ദിഖായാലും കലാഭവണി ആയാലും ജഗതി, അതേപോലെ തന്നെ രാജൻ പി ദേവ്, ഇവരൊക്കെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് കയറി കാണാവുന്ന പടമാണ് ചോട്ടാ മുംബൈ. എന്തായാലും കൊള്ളാം. പഴയ മോഹൻലാലിനെ വീണ്ടും കാണാൻ പറ്റി, അങ്ങനെ വേണം പറയാൻ.